ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇവിടെ ഞാൻ ലൈനിങ്ങിലാണ് മാർക്കിങ്സ് ഒക്കെ ചെയ്യുന്നത്. അന്നേരം നമ്മളിത് ലൈനിങ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിന് താഴെ ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 8 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അന്നേരം കുട്ടിയുടെ ടോപ്പിന് നീളം വരുന്നത് ഒരു 10 ഇഞ്ചൊക്കെയാണ്, 10-10.5 ഒക്കെയാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത് ഒരു 22-24 ഒക്കെയാണ് ആ കൊച്ചിൻ്റെ ചെസ്റ്റ് വരുന്നത്. അപ്പം അതിനെ 4 എടുത്തിട്ട് അത് ഞാൻ മാർക്ക് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് ടേപ്പ് വെച്ച് വളർന്നെടുക്കൂല, അതിന് 4 കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിന് സ്ട്രാപ്പ് വരുന്നത് ഒരു 4 ഇഞ്ചാണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് 10-ന് 4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഒരു 6 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യണം. അന്നേരം 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 1 ഇഞ്ച് ആഡ് ചെയ്യുന്നത് നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് പോകുമല്ലോ, അന്നേരം ലെങ്ത് കുറയാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം സീം അലവൻസ് ആയിട്ട്. ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്സും അല്ലാത്തതും ഒക്കെ. അപ്പം നമുക്ക് ഈ മാർക്ക് ചെയ്തതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും എൻ്റെ വീഡിയോസ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടാത്തത് വലുതായിട്ട് എന്നൊക്കെ. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഞാൻ വലുതായിട്ട് അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല, തോന്നിയത് കാരണം ഒന്നും കൊണ്ടല്ല. ഇങ്ങനെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ സപ്പോർട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനങ്ങ് ഡിപ്രഷനാവും. അതാട്ടോ, നിങ്ങളതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുന്നതിനകത്ത് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഞാനൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. കാരണം ബാക്കിൽ നമുക്ക് ലൂപ്പ് വരുമല്ലോ, അപ്പം നമ്മൾ ഇച്ചിരി സ്പേസ് വേണമല്ലോ നമ്മൾ സ്കിന്ന് കാണുന്ന രീതിയിൽ. അപ്പോൾ ആ സ്പേസിന് വേണ്ടിയിട്ടാണ് ഇത്. ഇങ്ങനെ അടയാളപ്പെടുത്തണമൊന്നുമില്ല, ഞാൻ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് അടയാളപ്പെടുത്തി കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ 2-2.25 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ലൈനിനകത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ വരത്തക്ക രീതിയിൽ ആ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ റെസ്റ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് അതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നോക്കിക്കോ, എന്നാലും മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ലൈനിങ്ങിനകത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്രയും കാണുന്ന പോലെ ഒന്നും പാടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒക്കും. അപ്പോൾ വലിയ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ഞാൻ തന്നെ ഇടയ്ക്കൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴല്ല, അത് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം തെറ്റല്ല, അതൊരു ശ്രദ്ധക്കുറവാണ്, അതിൽ ശ്രദ്ധിച്ചാൽ മതി ജസ്റ്റ് ഒന്ന്, അല്ലെ പിന്നെ നമ്മൾ അഴിച്ചു പണിയേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ബാക്ക് പോർഷന് 2 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മെയിൻ ഫാബ്രിക്കിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതെ, ഈ ഫാബ്രിക്കാണ് ഞാൻ മെയിൻ ഫാബ്രിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളത്, അന്നേരം ഇത് വെച്ചിട്ട് ലൂപ്പിനുള്ള വള്ളിയൊന്നും ആക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പാവാടയുടെ വള്ളിയാണ് ബാക്ക് ലൂപ്പിനായിട്ട് കൊടുത്തത്. ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗം മാത്രമല്ല ഇതിനകത്ത് അല്പം കട്ടി കുറവുള്ളത്. ബാക്കിയല്ല ഈ മെഷീൻ എംബ്രോയിഡറി വരുന്നതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ട്. അടിക്ക് ക്യാൻവാസ് ഒക്കെ വരുന്നതാണ് ഈ ഫാബ്രിക്കിനകത്ത്, അതാണ് അത്രയും പാട്. അന്നേരം ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കളയരുത്, ഇത് വേണമെന്നതാണ്. എന്നിട്ട് ഈ മെയിൻ ഫാബ്രിക്കിലോട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ 2 ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ലൈനിങ്ങും 2 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഫ്രണ്ട് ബോഡിയിലോട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഞാനിത് രണ്ടും 2 ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സെയിം അളവിൽ മുകളിലത്തെ ലൈനിങ്ങിന് കറക്റ്റ് അളവിൽ തന്നെ താഴെ ഇരിക്കുന്ന മെയിൻ ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെൻ്റെ ബാക്ക് പോർഷന് ഞാനിതുപോലെ തന്നെ രണ്ടും കൂടെ വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പോർഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ എംബ്രോയിഡറി വരാത്ത ഈ ഭാഗം, അത് ഞാൻ സ്ട്രാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കിയപ്പം എനിക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. അതായത് 4 ഇഞ്ച് ആ സ്ട്രാപ്പ് വരുന്നത്, അതായത് ഫ്രണ്ടിലും ബാക്കിലും കൂടെ 8 ഇഞ്ച് വരണം. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് പോകും. അന്നേരം 9 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ 10.5 ഇഞ്ചുണ്ട്, അന്നേരം ഇത് തികയും. അപ്പം ഇത് ഞാൻ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്ട്രാപ്പിനകത്ത് ഞാൻ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. ആ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഫാബ്രിക് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട്
നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിത് രണ്ടായിട്ട് അങ്ങ് മടക്കിയിട്ടിട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഇങ്ങനെ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. 2 എണ്ണം നമുക്ക് 2 സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പോർഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അറ്റത്തൂടെ ഒരു തയ്യൽ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ രണ്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിനും അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻസൈഡ് ഔട്ടാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് പിന്ന് കുത്തിയിട്ട് അകത്തൂടെ പിന്ന് കയറ്റി തിരിച്ചെടുക്കുമ്പം അകത്തുള്ള ഭാഗം വെളിക്ക് വരും, നല്ല വശം വെളിക്ക് വരും. അങ്ങനെ ചെയ്തെടുക്കാം. 2 സ്ട്രാപ്പും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതെ 2 സ്ട്രാപ്പും നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോർഷനാണ്, ഇതാണല്ലോ നമ്മൾ ഫ്രില്ലിടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പോലെ തന്നെ നടുക്കൂടെ മടക്കിയിട്ട് സൈഡിൽ ഒരു അടി കൊടുത്തിട്ട് പിന്നെ വെച്ചിട്ട് അതും തിരിച്ചെടുക്കുന്നുണ്ട്. ഇതിന് ഇത്രയും കട്ടിയുള്ളതായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ എടുക്കുന്നത് ക്ലോത്ത് കട്ടിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരിക് മാത്രം ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അടിച്ചിട്ട് എടുക്കേണ്ടി വരത്തില്ല. ഇത് ജസ്റ്റ് കട്ടിയുള്ളത് തന്നെയുമല്ല, ഇതിൻ്റെ അടിക്കത്തെ പോർഷൻ ഈ വെള്ള സംഭവമൊക്കെ വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഫ്രില്ല് വരുമ്പോൾ അടിവശം കാണുമല്ലോ, അപ്പോൾ ഒരു അഭംഗിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ അറ്റവും കൂടെ ഒക്കെ ഒന്ന് പതിപ്പിച്ചടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ട്രാപ്പിനകത്ത് ഇത് ജോയിൻ ചെയ്യണം, ഫ്രില്ല് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രില്ല് വേണ്ട സ്ട്രാപ്പ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്ട്രാപ്പ് ഫ്രില്ല് വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രില്ലെടുത്താൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫൂട്ടർ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ എന്തുവാ പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കണ്ടോ, സിമ്പിളാട്ടോ. ഞങ്ങൾക്ക് എല്ലാം സിമ്പിളാണ്. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ള ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തീർക്കാം. ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സ്ട്രാപ്പിന് മുകളിൽ കൂടി ഈ ഫ്രില്ല് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്ട്രാപ്പിന് മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ, ശ്രദ്ധിച്ചിട്ട് അടിക്കണം. എന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഇങ്ങനെ 2 സ്ട്രാപ്പ് ഞാനത് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള 2 സ്ട്രാപ്പും. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷനിൽ ലൈനിങ് മടക്കിയിട്ട് ജസ്റ്റ് ഒരു 2.5 ഇഞ്ച് അകലത്തിൽ മടക്കിയിട്ട് 2.5 ഇഞ്ച് അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 വശത്തും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം, സ്ട്രാപ്പ് ജോയിൻ ചെയ്ത ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഈ മാർക്കിങ് തന്നെ ഞാൻ മെയിൻ ക്ലോത്തിലും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് സ്ട്രാപ്പ് ജോയിൻ ചെയ്യണം, അന്നേരം അകലം കൃത്യമായിരിക്കണം, അന്നേരം വ്യത്യാസമൊന്നും വരരുതല്ലോ. അപ്പം നമ്മൾ അവിടെ രണ്ടിടത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് മെയിൻ ഫാബ്രിക്കിലും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വശത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് സ്ട്രാപ്പ് വെച്ചിട്ട് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലും താഴെയും നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ, കാരണം നമുക്കിത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇൻസൈഡ് ഔട്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ നേരെ നല്ല നീറ്റായിട്ട് ഇട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചടിക്കുകയും കൂടി ചെയ്താൽ മതി. ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാവും. എന്താണ് ഞാൻ തിരിച്ചെടുത്തപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി കൊടുക്കാം. ഇനി ആ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൊന്ന് ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ടിരുന്നോളൂ. അത് അവിടെ കൂടെ ഞാനൊന്ന് പതിപ്പിച്ചും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അത് ചുളുക്കൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് നമുക്കൊന്ന് പതിപ്പിച്ചടിച്ചെടുക്കാം.
4 വശം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനാണ് ചെയ്യാനുള്ളത്. ബാക്ക് പോർഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡിയാവും. ഞാൻ നേരത്തെ എനിക്കൊരു ഫോൾട്ട് പറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് ഈ ബാക്ക് പോർഷൻ ചെയ്യുന്ന സമയത്താട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വള്ളി പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വള്ളി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇതൊരു 2.5 ഇഞ്ച് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ലൂപ്പ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബാക്കിലത്തെ. അങ്ങനെ ആ സെയിം അളവിൽ ഒരു 8 എണ്ണം ചെയ്തെടുക്കാം നമുക്ക്. ഈക്വലായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ സ്ട്രിങ്ങും. 7 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ബാക്ക് പോർഷൻ വെക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത വശം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡി പാർട്ട്, അതിനകത്ത് വെച്ചിട്ട് ഏത് വശത്താണ് ഈ ലൂപ്പ് കറക്റ്റായിട്ട് വെക്കുന്നത് അനുസരിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കണം. ഞാനിത് തെറ്റായിട്ടുള്ള സൈഡിലാണ് വെക്കുന്നത്. എന്നിട്ട് ഞാനിത് അഴിച്ച് വേറെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ലൂപ്പ് സൈഡിൽ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ലൂപ്പ് വെക്കാൻ. എന്നിട്ട് സ്ട്രാപ്പ് ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ ആ സ്ട്രാപ്പ് വെച്ചിട്ട് മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം. അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ സ്ട്രാപ്പ് ഒന്ന് ജസ്റ്റ് പതിപ്പിച്ചടിച്ചിട്ടാണ് ലൈനിങ് മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്. കണ്ടോ, ഞാനിവിടെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. സ്ട്രാപ്പ് നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. ഒന്ന് 2 വട്ടം ഞാൻ അടിച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് തിരിച്ചിടാം. ഞാനിവിടത്തെ സിസേഴ്സ് ഒക്കെ കയറ്റിയിട്ടാണ് ജസ്റ്റ് കോർണറൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് കോർണറൊക്കെ വൃത്തിയാക്കി എടുക്കണം. രണ്ട് വശവും ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പതിപ്പിച്ചടിക്കാം. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ആ ഭാഗത്തായിരുന്നു ഞാൻ ലൂപ്പ് വെക്കേണ്ടത്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് അളവ് വ്യത്യാസം വന്നത്. പിന്നെ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ക്ലോത്ത് വെച്ച് നോക്കിയിട്ട് എവിടെയാണോ ലൂപ്പ് വരേണ്ടത് അവിടെ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ സൈഡിൽ 1 ഇഞ്ച് നമ്മൾ കൊടുത്തായിരുന്നല്ലോ, ആ 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് ഷേപ്പ് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ ഷേപ്പ് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോക്കും കൂടെ ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഞാനൊരു ലേസ് കൊടുത്തിട്ടുണ്ട്, ടാസിൽസ്. നമ്മൾ ഇങ്ങനെ ലേസായിട്ട് കിട്ടും, ഇങ്ങനെ മുത്തുമുത്ത് പോലത്തെ ആ സാധനം ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിൽ ഞാൻ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ വള്ളി നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാം. എന്നിട്ട് ഇത് ഞാനത് സിഗ്സാഗ് പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയുള്ള കേട്ടോ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിക്കാണെങ്കിൽ ഞാൻ ഒരു കുഞ്ചലവും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ചലമല്ല, നമ്മുടെ മറ്റുള്ള ട്രയാങ്കിൾ പോലത്തെ സാധനം വരുമല്ലോ, അതും കൂടെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഉടുപ്പിൻ്റെ വീഡിയോസ് അങ്ങനെ എനിക്ക് ഉടുപ്പിൻ്റെ മാത്രമായിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇഷ്ടമായോ?